ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും നാഥൻ, കൂടെ ഉള്ളതെന്നാശ്വാസം. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു. താഴെ വീഴാതെ എന്നെ താങ്ങിടും നാഥൻ, കൂടെ ഉള്ളതെന്നാശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിന്ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണ
ഉയർച്ചയും നിന്ദാനമേ എന്നെ നിർത്തിയ നിൻ കരുണയെ കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലവോദിക്യ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിലിന് പുറത്താണ്, സഭയ്ക്കുള്ളിലല്ല. സഭയെന്നുള്ള പേരുണ്ട്, പക്ഷേ സഭയ്ക്കുള്ളിലല്ല ഞാൻ. ക്രിസ്തു അകത്തില്ലാത്ത സഭയാണ്, മന്ദോഷ്ണ സഭയാണ്. സഭയുടെ പേരുണ്ട്, പക്ഷേ ഉഷ്ണവാനല്ല, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ദൈവത്തിന് സ്തോത്രം. തുറന്ന് പറയുകയാണ്, എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആ സഭയോട് ഞാൻ പുറത്താണ്, ഞാൻ അകത്തല്ല എന്ന് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ പ്രിയമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ സത്യമായ അവസ്ഥ വെളിപ്പെടുത്തി തന്നതാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ തെളിയിച്ചു തന്നത് നിങ്ങളെക്കുറിച്ച് എനിക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽക്കൽ നിന്ന് മുട്ടുന്നത് അത് ഞാൻ പുറത്തായി നിൽക്കുന്നത്, അത് കാര്യം നിങ്ങളെ അറിയിച്ചത് എന്തിനാണ്? നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി വാതിൽ തുറക്കാനാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് കർത്താവ് പറയുന്നു. ഒരുമിച്ച് തിരുമേശയെങ്കിലേക്ക് നമ്മളെ ആനയിക്കാമെന്ന് പറയുന്നു. അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ശാസനവും ശിക്ഷണയും എന്ന വിഷയം തന്നെ കൂടുതൽ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 24-ാം വാക്യം. 13-24, 23-13, 14. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനോട് ശത്രുത്വം ഉള്ളതുകൊണ്ടാണ് വടി ഉപയോഗിക്കാത്തത്. മകന് സ്നേഹമുണ്ടെങ്കിൽ വടി ഉപയോഗിക്കുമെന്നാണ്. സ്നേഹമുണ്ടെങ്കിൽ വടി ഉപയോഗിക്കും. തല്ലണം എന്നുവെച്ചാൽ മക്കളെ വല്ലാതെ എപ്പോഴും തല്ലി വേദനിപ്പിക്കുക എന്നുള്ളതല്ല. തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കണം. തെറ്റുകൾ വേണ്ടി വന്നാൽ ചെറിയ ശിക്ഷകൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ദേഷ്യം കൊണ്ടായിരിക്കും ശിക്ഷിക്കരുത്. ദേഷ്യം കൊണ്ട് ശിക്ഷിക്കരുത്. നമ്മുടെ ദേഷ്യം അടക്കിയിട്ട് കർത്താവിങ്കൽ ജീവിതം സമർപ്പിച്ചിട്ട് അപ്പോൾ ശാന്തമായി കഴിഞ്ഞ് നമ്മുടെ ഹൃദയം ശാന്തമായി കഴിഞ്ഞിട്ട് പറയണം, മോനെ നിന്നെ ഞാൻ തല്ലുന്നത് നിന്നോട് എതിർപ്പുണ്ടുള്ളതുകൊണ്ടല്ല, നിന്നെ തല്ലുന്നത് നന്നാകാൻ വേണ്ടിയാണ്. നിന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിച്ചത് പിശാചാണ്. ആ പിശാചിനെയാണ് ഞാൻ തല്ലുന്നത്. അത് നിനക്ക് അനുഭവവേദ്യമായി തീരാൻ നിനക്ക് വേദന ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് ശാന്തത വന്നിട്ട് കുട്ടിയെ ശിക്ഷിച്ചാൽ നല്ലതാണ്. പലപ്പോഴും പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് അടിയഴിക്കും. അത് പാടില്ല. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, നിങ്ങളുടെ കുട്ടി പരീക്ഷ ഇത്ര മോശമായിപ്പോയി, പരീക്ഷയിൽ മാർക്ക് വേണ്ടത്ര കിട്ടിയില്ല. നിങ്ങൾ കുട്ടി വീട്ടിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ തന്നെ മാർക്ക് കുറഞ്ഞു പോയതിൽ സങ്കടപ്പെട്ടാണ് വരുന്നത്, നിരാശപ്പെട്ടാണ് വരുന്നത്. വരുമ്പോഴേക്കും നിങ്ങൾ ശാസിക്കുകയാണ്, എന്താ നിന്നെ പഠിപ്പിച്ചത് വെറുതെ ആയിപ്പോയി, ഇനി എന്നെ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചീത്ത വിളിക്കുകയും വഴക്ക് പറയുകയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അവസാനം തല്ലുകയും ചെയ്യുന്നു. തെറ്റാണ്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ആ കുട്ടി പരീക്ഷയിൽ ഒരുപക്ഷെ അവൻ്റെ ഉഴപ്പ് കൊണ്ടായിരിക്കാം, അത് ചിലപ്പോൾ അലസത കൊണ്ടായിരിക്കാം വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല. എങ്കിൽ പോലും ആ കുട്ടി അല്പം നിരാശയോടെ വരുമ്പോൾ നിങ്ങൾ പറയണം, സാരമില്ല മോനെ, സാരമില്ല, നല്ലപോലെ പഠിച്ചാൽ മതി, ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി, സാരമില്ല കേട്ടോ, പേടിക്കേണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കാം എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്കൊരു പ്രോത്സാഹനമാണ്. അത് ജീവിതത്തിൽ നമ്മൾക്കിതൊരു പാഠമാക്കേണ്ടതാണ്. അനേകം രക്ഷകർത്താക്കളും മക്കളെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ളവർ ആയതുകൊണ്ടാണ്, മക്കളെക്കുറിച്ച് വളരെ ഉന്നതമായ ആശകളുള്ളതുകൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്നത്. സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്കിലും അത് വഴക്ക് പറഞ്ഞായിരിക്കരുത്, അത് ശിക്ഷിച്ചായിരിക്കരുത്, സ്നേഹപൂർവ്വം മധുരമായി ഉപദേശിച്ച് അങ്ങനെ ആ മധുരമായ സൗമ്യമായ ഉപദേശം കൊണ്ട് വേണം നമ്മുടെ മക്കളെ നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ നടത്താൻ.
ദൈവത്തിന് സ്തോത്രം. 23 അധ്യായം 13-14 വാക്യങ്ങൾ. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടി കൊണ്ട് അടിച്ചാലും ചത്തുപോകുകയില്ല. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. ശിക്ഷ കൊടുക്കണം. പിള്ളേരെ ശിക്ഷിക്കണം. വലിയ ഭയങ്കരമായി അവരെ അക്രമമായിട്ട് ചെയ്യല്ല. കൈ ഒടിയത്തക്കവണ്ണോ അവർക്ക് കൈയിലേക്കായിട്ട് അടിക്കുക, അല്ലെങ്കിൽ കർണത്തേക്ക് അടിക്കുമ്പോൾ ചെവി കേൾക്കാൻ വയ്യാതാകുക, ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരാറുണ്ട്. ഒരിക്കലും കർണത്തേക്കൊന്നും അടിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അധ്യാപകരും ചെയ്യരുത്. പല അധ്യാപകരും ഒരു കരുണയില്ലാത്തവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ ഉള്ളം കയ്യിൽ അടിച്ചു കൊള്ളട്ടെ, അത് ചെറുതായിട്ട്. വലിയ ഭയങ്കരമായിട്ട് ശിക്ഷയുണ്ടായി എന്നുള്ള പിള്ളേർ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അവരെ കഠിനമായി ശിക്ഷിക്കുക അത് ഒരിക്കലും നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ 18-ാമത്തെ വയസ്സിൽ ഞാൻ അധ്യാപകനായി മിഡിൽ സ്കൂളിൽ 5, 6, 7 ക്ലാസ്സുകളിൽ. ഞാൻ ഓർക്കുന്നു, ആ കാലങ്ങളിൽ എനിക്ക് കുട്ടികൾ എന്തൊരു വാത്സല്യമായിരുന്നു, അവർക്ക് എന്നെ എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു വാത്സല്യം. ആ കുട്ടികൾ അവർ പഠിക്കുന്നവരോ പഠിക്കാത്തവരോ എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രമോദമായിരുന്നു. വാസ്തവത്തിൽ അവർക്ക് എന്നെയും വലിയ കാര്യമായിരുന്നു ആ കാര്യങ്ങൾ. കോളേജിലേക്ക് വന്നപ്പോഴാണ് പിന്നെ ഈ പിള്ളേരുമായിട്ടൊന്നും ആ ഒരു സ്നേഹബന്ധം അങ്ങനെ കിട്ടിയില്ലല്ലോ. കോളേജിൽ നിന്നും സമരം ചെയ്യാനൊക്കെ അല്ലേ പിള്ളേർ വരുന്നത്. സമരം ചെയ്യാനും രാഷ്ട്രീയം കളിക്കാനും ഒക്കെയാണല്ലോ കോളേജിൽ പിള്ളേർ വരുന്നത്, പഠിക്കാനല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കുട്ടികളുമായിട്ടുള്ള വലിയൊരു ചർച്ചയും ഒന്നും വേണ്ടതുപോലെ കിട്ടിയില്ല. എന്നാൽ ഞാൻ കാണുന്ന പ്രത്യേകത, ഞാൻ നല്ലപോലെ പിള്ളേരെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ശിക്ഷിച്ചപ്പോഴും പോലും അവർക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടായില്ല, ഒരു ഇഷ്ടക്കുറവുണ്ടായില്ല. കഴിഞ്ഞൊരവസരത്തിൽ അന്നത്തെ എൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചപ്പോൾ, ഈയിടെ ഞാൻ കാണാറില്ല, അന്ന് പഠിപ്പിച്ചു വിട്ടതിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല, വർഷങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനന്ന് ശിക്ഷിച്ചത് നല്ല വേദനയായിപ്പോയല്ലേ, ഞാൻ അത്രയും ശിക്ഷിക്കേണ്ടായിരുന്നു എനിക്ക് പിന്നീട് തോന്നി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം എന്നോട് പറയുകയാണ്, സാറേ അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് ഒരു പ്രയാസം തോന്നിയില്ല, അതുകൊണ്ട് സാറിനോട് സ്നേഹക്കുറവ് തോന്നിയില്ലായിരുന്നു. വാഴോട് സ്കൂളിൽ അന്ന് 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിച്ച ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് കുട്ടികളെ ശിക്ഷിക്കാം. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടി കൊണ്ടവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. വടി കൊണ്ടടിക്കുന്നതിനാൽ അവനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. നരകത്തിലേക്ക് പോകാതെ രക്ഷിക്കും. പാതാളത്തിലേക്ക് പോകാതെ അവനെ രക്ഷിക്കുകയാണ് വടി കൊണ്ടടിക്കുന്നതുകൊണ്ട്. തെറ്റായ വഴിയിലേക്ക് പോകാതെ അവനെ ശിക്ഷിച്ച് നേർവഴിക്ക് ആക്കുകയാണ്. ശിക്ഷ ഭൂമിയിലെ അപ്പനോ ഭൂമിയിലെ അമ്മയോ അങ്ങനെ ശിക്ഷിക്കുമ്പോൾ അത് അവൻ നന്മയ്ക്കായി തീരുന്നതുപോലെ സ്വർഗസ്ഥനായ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് സന്തോഷത്തോടെ നാം കൈക്കൊള്ളണം, സന്തോഷത്തോടെ സ്വീകരിക്കണം. വീണ്ടും വായിക്കാം 29-ാം അധ്യായം 15-17 വാക്യങ്ങൾ. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ഒരിക്കലും കുട്ടികളെ തന്നിഷ്ടത്തിന് വിടരുത്, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിടരുത്. അവർക്ക് മനസ്സിലാവുകയില്ല, അവർക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലായിരിക്കും പിള്ളേർ പോകുന്നത്. പക്ഷേ അവരെ തന്നിഷ്ടത്തിന് വിടരുത്. എപ്പോഴും നമ്മുടെ ഒരു കമാൻഡ്, നമ്മുടെ ഒരു കരുത്തേറിയ ശാസന അവരുടെ മേലുണ്ടായിരിക്കണം എപ്പോഴും. നിങ്ങൾ എപ്പോഴും കുട്ടികളെ ഇങ്ങനെ പഠിക്കുവാനേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുന്നതുകൊണ്ടൊന്നും ഗുണം ഉണ്ടാവില്ല. എപ്പോഴും അവരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞെപ്പോഴും വഴക്ക് പറയുന്നതുകൊണ്ട് ഗുണമുണ്ടാവില്ല. എപ്പോഴും അടിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ഒരിക്കലൊന്ന് അടിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണെങ്കിൽ ഒരിക്കലും അടിച്ചാൽ മതി. ആ കുട്ടികൾ പിന്നെ തെറ്റ് ചെയ്യുകയില്ല, ഉറപ്പാണത്. ഒരിക്കലൊന്ന് അടിക്കാം, അതും വല്ല ഈർക്കിളി കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ചുവരലുകൊണ്ടോ, ഒരിക്കലും ശരീരത്തിൽ കേടുവരാത്ത രീതിയിൽ ഒന്ന് അടിച്ചുകൊള്ളൂ, ശിക്ഷിച്ചുകൊള്ളൂ, കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലെല്ലാം അടിക്കുക, ശിക്ഷിക്കുക, പിള്ളേരെ അടിക്കുക എന്നൊക്കെ പറയുന്നതെല്ലാം കുറ്റകരമാണ്. പക്ഷേ അതെല്ലാം കുട്ടികൾ കൂടുതൽ തെറ്റായ വഴിയിലേക്ക് പോകുന്നതിന് കാരണമായി തീരുന്നുണ്ട് അവിടെയെല്ലാം. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിതി പറയുകയാണെങ്കിൽ കുട്ടികളെ മുതലുമായി അടിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ആ വാക്യം ഒന്ന് വായിക്കുമോ? വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. വടിയും ശാസനയും, ശിക്ഷണവും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. തന്നിഷ്ടത്തിന് പിള്ളേരെ വിടരുത്, സ്വന്തം ഇഷ്ടത്തിന് വിടരുത്. തെറ്റായ കാര്യങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ഉടനെ നിങ്ങൾ തടഞ്ഞു നിർത്തിക്കൊള്ളണം. ഉടനെ അത് പാടില്ല എന്നതിനെ കർശനമായി പറഞ്ഞുകൊള്ളണം. ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക്, ഇപ്പോഴത്തെ ഈ മൊബൈൽ ഫോണിൽ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, ഇതെല്ലാം എന്തുമാത്രം കൊച്ചു
തലമുറകൾ നശിപ്പിക്കുന്നു. നമ്മുടെ കൊച്ചുകുട്ടികൾ ഇപ്പോൾ ഈ അരുതാത്തതായ കാര്യങ്ങൾ ഇതെല്ലാം അതിൽ തന്നെ നല്ലതാണ്. മൊബൈൽ നല്ലതല്ലേ? തീർച്ചയായിട്ടുമാണ്. ഫേസ്ബുക്ക് നല്ലതാണ്. നിങ്ങളുടെ ഈ അങ്ങനെ കമ്പ്യൂട്ടറിൽ കൂടിയുള്ളതായ നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, പ്രോജക്ട്സ് ചെയ്യുക ഒക്കെ കമ്പ്യൂട്ടർ നല്ലതാണ്. പക്ഷേ അത് തിന്മയ്ക്ക് ഉപയോഗിച്ചാലോ ആ കുട്ടിയുടെ സ്വഭാവം നശിച്ചു പോകും. അവൻ പ്രയോജനമില്ലാത്തതിനായി തീരും. അവൻ്റെ പഠനവും പോകും, അവൻ്റെ ബുദ്ധിയും പോകും, അവൻ്റെ പാണ്ഡിത്യവും പോകും, എല്ലാം പോകും, നഷ്ടപ്പെടും. ഒരിക്കലും അങ്ങനെ വരരുത്. നാം ഇപ്പോഴത്തെ ഈ ആധുനികമായ പല കാര്യങ്ങളും നാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ഈ കമ്പ്യൂട്ടറുണ്ട്, കമ്പ്യൂട്ടർ ഗെയിം, അത് തെറ്റാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ വിടരുത്. പിള്ളേരെ അങ്ങനെ വിടരുത്, സമ്മതിക്കരുത്. കമ്പ്യൂട്ടർ ഗെയിംസ് പോലെ പലതരത്തിലുള്ളതായ ചില കാർട്ടൂണുകൾ ഇതിൽ നിന്നും പിള്ളേരെ വിട്ട് നിങ്ങൾ പിള്ളേരുടെ ഭാവി നശിപ്പിക്കരുത്. അവരുടെ ബുദ്ധി കെട്ടുപോവുകയാണ്, ബുദ്ധി വികലമായി പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ നല്ല നല്ല കാര്യങ്ങൾ തന്നെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനിട വരരുത്, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനിട വരരുത്. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ അനുഭവപാഠം അനേകരിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ യൗവനക്കാർ കഞ്ചാവിൻ്റെ അടിമകളായി പോകുന്നുണ്ട്. എന്തുമാത്രം ഏത് മാഴക്കടയിലും കിട്ടും ഈ ലഹരി സാധനങ്ങൾ. അത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ബുദ്ധി വികലമായി പോകുന്നു, ബുദ്ധി ശൂന്യമായി പോകുന്നു, ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ ഇത് പാൻ പരാഗ്, ഹാൻസ് ഓർക്കുന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. അവൻ സമർപ്പണമൊക്കെ എടുത്തിട്ടാണ് വന്നത്. അവൻ പറഞ്ഞു, ഇങ്ങനെ ഹാൻഡ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഉപയോഗിക്കില്ല തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഈ ഹാൻഡ്സ് എന്ന് പറയുന്നത്? സാറേ ഇതാണ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന്, പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു, കാണിച്ചു. നല്ല തിളങ്ങുന്ന ഏതോ വർണ്ണപ്പഴക്കിട്ടുള്ള ഒരു കടലാസ് അല്ലായിരിക്കും അതുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മിഠായി പോലെ തോന്നുമായിരിക്കും. പക്ഷേ ഞാനത് എൻ്റെ കയ്യിലേക്ക് എടുത്തില്ല, കയ്യിൽ തൊട്ടില്ല. അത് അവനെടുത്തു. ഞാൻ പറഞ്ഞു, ഇനിയുണ്ടോ? ഉണ്ട്, കുറേ ഉണ്ട്. അവൻ പോക്കറ്റിൽ നിന്ന് 5-6 എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്താൽ ദാണ്ടെ ആ ജനലിൽ അവിടെ കൊണ്ടുപോയി വെളിയിലോട്ട് എറിഞ്ഞുകളായി പറഞ്ഞു. ഇനി തുടരുതെന്ന് പറഞ്ഞു. ഈ ജീവിതത്തിൽ ഈ തെറ്റായ ശീലങ്ങൾ വരുമ്പോൾ മാതാപിതാക്കൾ അത് അറിയുകയും ശാസിക്കുകയും ചെയ്യണം. കുട്ടികൾ തനിയെ ഇരുന്ന് കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നോക്കണം, എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഈ കമ്പ്യൂട്ടറിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കണം. അവർ തെറ്റായ കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത്, ചീത്ത പടങ്ങളിലേക്കായിരിക്കും പോകുന്നത്, അശുദ്ധ ചിത്രങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അവരുടെ ബുദ്ധി മന്ദിച്ചു പോകും, അവരുടെ ബുദ്ധി ക്ഷയിച്ചു പോകും. ഒരിക്കലും അതിന് ഇടകൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരണ്ടേ. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 94:12. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ, നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശിക്ഷ വേണം. ഒന്നിട്ട് വായിക്കുമോ? യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുക്കണം, ശിക്ഷിക്കണം. അല്ലെങ്കിൽ അവൻ നാശത്തിലേക്ക് പോകും. ദുഷ്ടനെ കുഴിക്കുന്നതോ അത് അത്യഘാതത്തിലേക്ക് പോകും, നാശമാകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ശിക്ഷണവും ശാസനയും കൊടുത്ത് അവരെ നേർപ്പാതയിൽ നടത്തുക. നിങ്ങൾ തന്നെ ഗൗരവബോധമുള്ളവർ, പ്രായമുള്ളവർ, നിങ്ങൾ മാതാപിതാക്കളെ ഗൗരവബോധമുള്ളവരായിരിക്കണം. എപ്പോഴും ഇങ്ങനെ ഒരിക്കൽ പിള്ളേരെ സ്നേഹിക്കേണ്ടെന്നല്ല, പക്ഷേ എപ്പോഴും ഓർത്തുകൊള്ളണം, നിങ്ങളുടെ ഒരൊറ്റ വാക്ക് അത് ഗൗരവമുള്ളതായിട്ട് അവർക്ക് എടുക്കാൻ തോന്നണം. അത്രമാത്രം ഈടുള്ളതായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ. നിങ്ങളുടെ സമീപനം അത്രമാത്രം ഗാംഭീര്യമുള്ളതായിരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിരിക്കണം. ആത്മാവിൽ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഇത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവൻ അതനുസരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. ഹോശേയ പ്രവചനം 4:17. ഇസ്രായേൽ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശ്ശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ? ദൈവം ശിക്ഷിക്കും, കുഞ്ഞാടിനെ പോലെ മേയിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യഹൂദ എന്ന് പറയുന്നത് ദൈവജനത്തെക്കുറിച്ച് പറയുന്നത്. ദൈവജനം തെറ്റ് ചെയ്താൽ ദൈവം നോക്കി നിൽക്കുകയില്ല, ശിക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരുടെ ഉള്ളതിൽ നിന്ന് മാറിപ്പോകും. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ, കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അത്? ഈ കർത്താവിൻ്റെ കൃപയുണ്ടോ? എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കിട്ടുന്നുണ്ടോ? ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ,
കർത്താവ് എന്നെ വിട്ടുപോയി എന്നൊരു തോന്നലാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, നീ ഇപ്പോൾ കർത്താവ് വിട്ടുപോയിട്ടില്ല, നിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ട്. മതി, അത് മതി, എനിക്ക് വേറൊന്നും വേണ്ട, യേശുക്രിസ്തു ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല യേശുക്രിസ്തു ഉണ്ടെന്ന് ഞാൻ അറിയേണ്ടത്. അവൻ തന്നെ അറിയണം, തന്നെ അറിയണം. യേശുക്രിസ്തു എന്നിലുണ്ട് എന്നുള്ളത് അവനവൻ തന്നെ അറിയണം. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ നിങ്ങൾക്ക് തന്നെ പ്രാഗൽഭ്യം വരണം. യേശുക്രിസ്തു എന്നിലുണ്ട് എന്നുള്ളതായ പ്രാഗൽഭ്യം, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ധൈര്യം, അത് നിങ്ങൾക്ക് തന്നെ വേണം. മറ്റാരും പറഞ്ഞിട്ടല്ല, നിങ്ങൾ തന്നെ സ്വയശോധന ചെയ്യണം. ഇനി അഥവാ ചാഞ്ചല്യം വരികയാണോ, ഒരു ദൈവത്തിനോട് ചോദിക്കൊണ്ട് തെറ്റില്ല. ചാഞ്ചല്യം, ഒരു മനസ്സിൽ ചഞ്ചലത്വം വരുന്നു, തെറ്റ് പറ്റിയോ പേടി വരുന്നു, സാരമില്ല, നിങ്ങളൊരു ദൈവത്തിനോട് ചോദിച്ചോളൂ. അതാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, മോനെ പേടിക്കേണ്ട, യേശുക്രിസ്തുവിൻ്റെ അകത്തുണ്ട്, ധൈര്യമായിട്ടിരുന്നോളം പറഞ്ഞു. സന്തോഷമായി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നാം പൂജ്യമാണ്. യേശുക്രിസ്തു ഇല്ലെങ്കിൽ നാം ഒന്നുമില്ല. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഗ്രഹിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികളാണെങ്കിലും, ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും, ഏതേത് തുറയിലുള്ളവനാണെങ്കിലും, യേശുക്രിസ്തു ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ പൂജ്യമാണെന്ന് അറിയുക. ഒന്നുമില്ല എനിക്ക്. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം ഉണ്ട്, ക്രിസ്തു ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉറച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൗസേപ്പിൻ്റെ ജീവിതം, യാക്കോബിന് മോനായ യൗസേപ്പിൻ്റെ ജീവിതം, എന്തുമാത്രം ശിക്ഷണങ്ങൾ കൂടി ആ ജീവിതം വളർന്നു വന്നത്. എന്തുമാത്രം ശിക്ഷണങ്ങൾ. ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു. അപ്പമ്മ മരിച്ചു. നോക്കൂ, അമ്മയുടെ രണ്ടാമത്തെ പ്രസവത്തോടു കൂടി അമ്മ അങ്ങ് മരിച്ചുപോയി. റാഹേൽ മരിച്ചു. യൗസേപ്പ് അപ്പൻ തണലില്ല വളരുന്നത്. അപ്പന് യൗസേപ്പിനോട് പ്രത്യേക സ്നേഹവും ഉണ്ടായിരുന്നു, പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. കാരണം അമ്മയില്ലാത്ത മോൻ, മാത്രമല്ല വളരെ നിഷ്കളങ്കനായ കൊച്ചൻ, ഒരു തെറ്റിലും അവൻ കൂടുന്നില്ല, വളരെ വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. അപ്പന് സന്തോഷമാണ്, അതിനൊക്കെ സന്തോഷമാണ്. പക്ഷേ അപ്പന് സന്തോഷമാണെങ്കിലും അവൻ്റെ ചേട്ടന്മാർക്കെല്ലാം അവനോട് വിരോധം, എല്ലാവർക്കും അസൂയ, എല്ലാവർക്കും പക. ജീവിതത്തിലേക്കൊന്ന് ശിക്ഷണങ്ങളായി പറയുന്നത്, ആ ചേട്ടന്മാരുടെ പക ജീവിതത്തിൽ ശിക്ഷണങ്ങളിൽ കൂടി നടത്തുന്നതിന് ഉപകാരമായി തീരുകയാണ് ചെയ്തത്. ചേട്ടന്മാർ അവിടെ കാട്ടിൽ ആടുകളെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആഹാരവുമായി ചെന്നു. അപ്പം പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവനെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ, കണ്ടില്ലേ വലിയ സ്വപ്നക്കാരൻ വരുന്നു, അവനെ നോക്ക്, അവിടെ അവനെ കൊല്ലാം, അവനെ ആ പൊട്ടക്കണ്ടിലേക്ക് തള്ളിയിടാം. യോസേഫ് പറഞ്ഞില്ല, എന്തിനാ എന്നെ തള്ളിയിടുന്നു? അവന് കാര്യം മനസ്സിലായില്ല. എന്തിനാ എന്നെ തള്ളിയിടുന്നത്? ഞാനൊരു തെറ്റ് ചെയ്തില്ലല്ലോ. അവർ എല്ലാവരും കൂടി ആ പൊട്ടക്കെട്ടിലേക്ക് തള്ളിയിട്ടു. അപ്പോഴാണ് ഇസ്മായിൽ കച്ചവടക്കാർ വരുന്നത്. ഇസ്മായിൽ കച്ചവടക്കാർ വരുന്നു, യൗസേപ്പിനെ അവിടെ നിന്ന് പൊക്കിയെടുത്തു, അവർക്ക് വിറ്റു. ശിക്ഷണങ്ങളാണ്, ശാസനങ്ങളാണ്, ജീവിതത്തിൽ പ്രയാസങ്ങളാണ് വരുന്നത്. വിറ്റു. എന്തുമാത്രം ദുരിതമായിരിക്കും അടിമയായിട്ട് പോകുമ്പോൾ. ആ ഇസ്മായിൽ കച്ചവടക്കാരുടെ അടിമയായിട്ട് അങ്ങ് വിദേശത്തേക്ക് പോവുകയാണ്. ദൂരെ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് നല്ല വില കിട്ടാവുന്ന നല്ല ചന്തയിലേക്ക്, മനുഷ്യ ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. പാവം യൗസേപ്പ് ഓർത്തു, എൻ്റെ ദൈവമേ, ഇത്രയും കാലമായിട്ട് ഞാൻ അന്യദേശത്ത് പോയിട്ട് അപ്പനെ നീ കാണുകയില്ലല്ലോ, അമ്മയോ മരിച്ചുപോയി, അപ്പനെ കാണുകയില്ലല്ലോ, ഞാൻ എവിടെ ചെന്നാണ് ജീവിക്കാൻ പോകുന്നത്, എന്താണ് എനിക്ക് വരാൻ പോകുന്നത്? പക്ഷേ അപ്പോഴല്ല, യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. യൗസേപ്പിനൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു സ്വപ്നം കണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ വ്യക്തമായും തനിക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം അവനുണ്ടായിരുന്നു. വളരെ വ്യക്തമായിരുന്നത്. കാരണം അവന് പാപം വരാതെ അവൻ സൂക്ഷിച്ചിരുന്നു, പാപം വരിയില്ലെന്ന് അവൻ ഉറച്ചിരുന്നു. കച്ചവടക്കാർ കൊണ്ടുപോയി അവനെ അവിടെ മിസ്രൈമിൽ രാജാവിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ പൊത്തിഫറിൻ്റെ വീട്ടിൽ അവനെ വിറ്റു. പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം. അവിടെ പൊത്തിഫറിൻ്റെ ഭാര്യ ഈ ദുഷ്ടമായ ലക്ഷ്യത്തോടെ അവനെ സമീപിച്ചു. അവൻ അവളുടെ കിടപ്പുമുറി വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. നോക്കൂ, സംഭവം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. യൗസേപ്പിനെ ആ സ്ത്രീ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതോ ദിവസം തോറും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യൗസേപ്പ് അപ്പോഴെല്ലാം ഓർത്തു, എനിക്കൊരു ദൈവമുണ്ട്. അപ്പനെ വിട്ട് ഞാൻ ജീവിക്കുന്നെങ്കിലും, എൻ്റെ നാട് വിട്ട് ജീവിക്കുന്നെങ്കിലും, എൻ്റെ വീട് വിട്ട് ജീവിക്കുന്നെങ്കിലും, അന്യദേശത്ത് ജീവിക്കുന്നെങ്കിലും, അടിമയെപ്പോലെ ജീവിക്കുന്നെങ്കിലും എനിക്കൊരു ദൈവമുണ്ട്. ദൈവം എനിക്ക് സ്വപ്നം തന്നിട്ടുണ്ട്. എനിക്കൊരു ഉന്നതമായ കാലം വരാൻ പോകുന്നുണ്ട്. ദൈവം അത് കണ്ടിട്ടുണ്ട്. എന്നെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ തിന്മ ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം.
പക്ഷേ അതെല്ലാം ശിക്ഷണങ്ങളാണ്, യോസേഫിന് കിട്ടുന്ന ശിക്ഷണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ആ സ്ത്രീ അവനെ, യജമാനത്തിയല്ലേ, അവനെ വിളിച്ചു, അവളുടെ കിടമുറിയിലേക്ക് വിളിച്ചു. അനുസരിക്കണ്ടേ? ചെന്നു. അപ്പോഴാണ് അവൾ അവനെ തിന്മയിലേക്ക് ബലാത്കാരേണ വശീകരിക്കാൻ ശ്രമിക്കുന്നു. അവൻ ഉടുവസ്ത്രം പോലും ഇട്ടേച്ച് ഓടിപ്പോയി. ഉടുവസ്ത്രം പോലും ഇട്ടേച്ച് അവൻ ഓടി രക്ഷപ്പെട്ടു. അവൾക്ക് കലസായി വൈരാഗ്യമായി. അവൾ നേരെ വിപരീതമായി സ്വന്തം ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, കണ്ടോ അടിമ ചെറുക്കൻ അവനെ അവമാനിക്കാൻ വന്നു. പൊത്തിഫർ കേട്ടപാട് ഇവനെ ജയിലിലാക്കി. 13 കൊല്ലം ജയിലിൽ കിടന്നു. ശിക്ഷണങ്ങളുടെ കാലം 13 കൊല്ലം. ഞാൻ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ കാലം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കൃപ കിട്ടാതെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കിട്ടാതെ നിങ്ങൾ വിളയുന്നുണ്ടെങ്കിൽ, കാലങ്ങൾ പോയാലും ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്ക് ദൈവം മാറുകയില്ല. ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്ക് മാറുകയില്ല. നിങ്ങളെ അവൻ രക്ഷിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് കാര്യം മാറ്റിത്തരും. നിങ്ങളുടെ കടത്തിന് കർത്താവ് പൊറുതി തരും. നിങ്ങളുടെ പാപത്തിന് കർത്താവ് ക്ഷമ തരും. പേടിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്നെ കാണുന്നെന്നും ദൈവം എന്നെ കരുതുന്നെന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നെന്നും വ്യക്തമായൊരു ബോധ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ജയം നേടാൻ പറ്റും. യോസേഫ് അവസാനം മിസ്രയീമിലെ ഉന്നത ഉദ്യോഗസ്ഥനായി തീർന്നു. നോക്കൂ, സ്വർഗത്തിലെ ദൈവം ശിക്ഷണങ്ങളിൽ കൂടെയും ശാസനങ്ങളിൽ കൂടെയും യോസേഫിനെ വളർത്തി കൊണ്ടുവരികയായിരുന്നു. അവനെ പഠിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. അവനെ ശരിയായ ദിശയിൽ കൂടെ നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് പറയണം, കർത്താവേ, ഞാനിതാ കൈ നീട്ടി വാങ്ങുന്നു. നിൻ്റെ ശാസനങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നിൻ്റെ ശിക്ഷണങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കർത്താവേ, എനിക്കൊന്ന് മാത്രം മതി. ഒന്ന്, യേശുവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ സന്നിധിയിൽ ഹൃദയം താഴ്ത്തി വിനയപൂർവ്വം ജീവിക്കാൻ ഇതാ ഞാൻ എന്നെ തന്നെ പരിണേൽപ്പിക്കുന്നു. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, യേശുവേ, നീ എന്നിൽ നിന്ന് മാറരുത്. നിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകരുത്. നിൻ്റെ സ്നേഹം എന്നിൽ വറ്റി പോകരുത്. യേശുവേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. പ്രാർത്ഥിക്കണം നിങ്ങൾ, കർത്താവേ, നിൻ്റെ സ്നേഹം എനിക്ക് തരണമേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ, നിൻ്റെ കൃപ എനിക്ക് തരണമേ. കർത്താവേ, നിൻ്റെ ശാസനങ്ങളും ശിക്ഷണങ്ങളും എല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. ശാസനങ്ങളിൽ കൂടെയും ശിക്ഷണങ്ങളിൽ കൂടെയും അവിടെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിത്യ സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഞങ്ങൾ എത്തിക്കുവാൻ അവിടെ യത്നിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.